ക്ലാസ് 11th അറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്റർ പഠിച്ച് കിളി പോയിരിക്കുകയാണോ? ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനകത്ത് റൂൾസ് ഫോർ ഫില്ലിംഗ് ദ ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽ, അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഇത് എവിടെയെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ കോപ്പർ ക്രോമിയം, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സെപ്ഷണൽ കേസ് ഉള്ളതാണ്, ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് എന്നുള്ളതിൻ്റെ. അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ മ്യൂ ഈക്വൽ ടു C/λ, കുഞ്ഞനൊരു ഇക്വേഷനാണ്, പക്ഷേ അതിൽ നിന്ന് പ്രോബ്ലംസ് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ N=2, L=0, അങ്ങനെ ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ട് വിച്ച് ഓഫ് ദം ഈസ് പോസിബിൾ അല്ലെങ്കിൽ നോട്ട് പോസിബിൾ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തിയറി ആയിട്ടും ചോദിക്കാം, പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ=h/mv, അതും പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഹിസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോർ മോഡൽ, അതുപോലെ തന്നെ റുദർഫോർഡ് മോഡൽ. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഡ്രോബാക്കും ചോദിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് നിങ്ങൾ നോക്കി വെച്ചിട്ട് പോവുക. 5th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന ഓണപരീക്ഷ അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാമിന് വേണ്ടിയിട്ട് സയൻസിൻ്റെയും കെമിസ്ട്രിയുടെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്